കുറേ നാൾക്ക് ശേഷം ഇവിടെ യൂറോപ്പിൽ ക്രൊയേഷ്യയിൽ എനിക്ക് നല്ല ഫ്രഷ് മത്തി കിട്ടി കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നല്ല നെയ്യും അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം കിട്ടിയതാണ്. ഇൻഡസ് ബാറിലുണ്ടായിരുന്നു. അപ്പം നല്ല ഫ്രഷ് മത്തിയും പിന്നെ നെയ്യും ഉണ്ട്, നല്ല നെയ്യും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാൻ പോവാണ്. പിന്നെ കുറച്ചെടുത്ത് കറി വയ്ക്കും, വറ്റിച്ച് വയ്ക്കും, മീൻ വറ്റിച്ച് വയ്ക്കും നാട്ടിലെ പോലെ. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഫ്രഷ് മത്തി, നല്ല നെയ്യൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതേ ഇത് മുളകെല്ലാം പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു. പച്ച എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് മുരിച്ചെടുക്കുവാണ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് മുരിച്ചെടുക്കാം. അത് വരല്ലേ. പിന്നെ മീതെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം, അപ്പോൾ ശരിയാവും. അങ്ങനെ അതിൻ്റെ മീതെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില ആയതുകൊണ്ട് അത് ഫ്രീസറിൽ ഇരുന്നുകൊണ്ടാണ് ഈ കളറ്. എന്തെങ്കിലും നല്ല മൊരിഞ്ഞ മണമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അരി ഒന്ന് മറച്ചിടാറായിട്ടുണ്ട്. അങ്ങനെ അതെ ഞാൻ ഇതൊരു വശം മറച്ചിട്ടു കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ വേപ്പിലയും കൂടി ഇട്ടപ്പോൾ പ്രത്യേക മണം. എന്താണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. അത് നെയ്യാണേ. അപ്പോൾ അതേ ഞാൻ ഉലുവ ഇട്ടതിന് ശേഷം കറിവേപ്പില, ഇഞ്ചി, ഇത്തിരി ചുമല കിട്ടില്ല, ഇത്തിരി സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് ഇത്തിരി ചൂടുവെള്ളത്തിൽ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ചൂടുവെള്ളത്തിലാണ് ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കുഴമ്പം പാകത്തിലാക്കി വെച്ചോട്ടോ. എന്നിട്ട് ഈ മസാല ഞാൻ ഇതിലേക്ക് ഇടുവാണ്. ഇട്ടതിന് ശേഷം ഞാൻ കാണിക്കാം. എനിക്കിപ്പം ഒരു ക്യാമറ എൻ്റെ കയ്യിലായതുകൊണ്ട് എനിക്ക് രണ്ടും കൂടി ചെയ്യാൻ പറ്റുന്നില്ല. ഇതിലിട്ടിട്ട് ഞാൻ അങ്ങ് മൂപ്പിച്ചെടുക്കുകയാണ്. ശരിക്കും റോസ്റ്റ് ചെയ്തോണം മൂപ്പിച്ചെടുക്കും. അപ്പം ഞാൻ അത് അതിലേക്ക് ഇട്ടിട്ടോ എന്നിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്ത് കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. ആവശ്യമില്ലാതെ നമ്മൾ ഈ തക്കാളി ഇത് ഇരിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് ദിവസമൊക്കെ ഇരുന്നോളൂ. നമ്മളിപ്പോൾ സാധാരണ കറി വെച്ചിട്ട് പിറ്റേ ദിവസം പുറത്ത് വയ്ക്കുമല്ലോ, പിറ്റേ ദിവസമല്ലേ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും ടേസ്റ്റാട്ടോ ഇങ്ങനെ ചെയ്ത്. ഇപ്പോൾ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ ഇത് ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ. അപ്പം ഓക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ നെയ്യും എണ്ണയും എല്ലാം സെപ്പറേറ്റായി. വെളിച്ചെണ്ണ ഞാൻ ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നെയ്യാണ് അതിൻ്റെ കിടക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ഫൈനലി മീൻ കറി. ബൈ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.